हेलो बच्चों, नमस्ते। कैसे हैं आप सब? बहुत बढ़िया। आज हम देखने वाले हैं നിങ്ങളുടെ 8ാം ക്ലാസ്സിലെ ചോത്ത യൂണിറ്റ്, 4ാമത്തെ യൂണിറ്റിലെ 1ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സയാനി ബുവയാണ് നമ്മളിവിടെ വളരെ എളുപ്പത്തിൽ 2 മിനിറ്റ് के अंदर 2 മിനിറ്റിനകത്താണ് നമ്മളിവിടെ വായിച്ചു പോകാൻ പോകുന്നത്. പക്ഷേ ഒരു വീഡിയോ ലെങ്ത് ഒരു 6 മിനിറ്റ് അല്ലെങ്കിൽ 7 മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് ഈ കംപ്ലീറ്റ് സ്റ്റോറി ഞാൻ മനസ്സിലാക്കിയിരിപ്പിക്കും എന്ന് നിങ്ങളോട് പറയുന്നു. तो बच्चों फटाफट चलते हैं. വളരെ എളുപ്പത്തിൽ പോവാം. സയാനി ബുവ എന്ന് പറയുന്നതാണ് മന്നു ഭണ്ഡാരി. ഹിന്ദിയിലെ ഒരു പ്രസിദ്ധമായിട്ടുള്ള ലേഖികയാണ് മന്നു ഭണ്ഡാരിയുടെ ഒരു സ്റ്റോറിയാണ്. അതുപോലെ തന്നെ എനിക്ക് जो प्रसिद्ध രചന നോക്കുകയാണെങ്കിൽ ആപ്കാ ബണ്ടി എന്നൊക്കെ പറഞ്ഞ അവരുടെ ഉപന്യാസങ്ങളുണ്ട്. സോ അവരുടെ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു കഹാനി തന്നെയാണ് ഏത് നമ്മുടെ പറയുന്ന ഈ ഒരു സയാനി ബുവ എന്നൊരു കഹാനി എന്ന് പറയുന്നത്. സോ ക്യാ ഹേ ये जो क्या है आप देख सकते हैं. സയാനി ബുവ മന്നു ഭണ്ഡാരി की कहानी है. മന്നു ഭണ്ഡാരിയുടെ ഒരു കഹാനിയാണ്. जो अत्यधिक अनुशासन प्रिय और വ്യവസ്ഥിത മഹിള है. जो അവിടെ എന്താണ് സയാനി ബുവ എന്ന് പറയുന്നത് തന്നെ എന്താണ് ഒരു വിവേകിയായിട്ടുള്ള അമ്മായി എന്നാണ് അതിനെ പറയുന്നത്. കാരണം മന്നു ഭണ്ഡാരിയുടെ അച്ഛൻ്റെ അനിയത്തിയാണ് ഈ ബുവ എന്ന് പറയുന്നത്. സോ സയാനി ബുവ എന്ന് പറയുന്ന ഒരു വിവേകിയായിട്ടുള്ളത്, ബ്രില്യൻ്റ് അല്ലെങ്കിൽ എന്താണ് ഒരു ക്രൂക്കഡ് എന്നൊക്കെ പറയുന്ന പോലെ ക്ലവർ ആയിട്ടുള്ള ആ ഒരു ലേഡി എന്ന് പറയുന്നത് അവർ വളരെ അനുശാസന പ്രിയ എന്ന് പറയുന്ന വളരെ ഡിസിപ്ലിൻ ആണ്. അതുപോലെ എന്താണ് വ്യവസ്ഥിതമായിട്ടുള്ള ഒരു നിയമ ചട്ടയോടുകൂടി ഒരു അടുക്കും ചട്ട എന്നൊക്കെ പറഞ്ഞ ഒരു ചിട്ടയായ ജീവിതം നിലനിൽക്കുന്ന ഒരാളായിരുന്നു. ഉൻകെ ഘർ മേ ഹർ കാം ഘടി കി സുയി കെ സാത്ത്. എല്ലാ കാര്യങ്ങളും എന്താണ് ഓരോ സമയത്തിൽ ക്ലോക്കിൽ ഓരോ സമയം സെക്കൻഡ് പോകുന്ന പോലെയാണ്. ആ സെക്കൻഡിലെല്ലാം ഓരോ സെക്കൻഡിന് വിലപിടിപ്പുള്ള പോലെയാണ്. കാരണം അത്രയും സമയത്തിലും എല്ലാം അടുക്കും ചിട്ടയോടായിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലിൽ ഒരു വീട്ടിലാണ് ഈ ബുവയുടെ വീടെന്ന് പറയുകയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. മഷീൻ കി തര ഹോത്താ ഹെ എന്നാണ് പറയുന്നത്. എല്ലാം ഒരു മഷീൻ രൂപത്തിലാണ് ആ വീട്ടിലെ പ്രവർത്തനം നടക്കുന്നത്. കാരണം എല്ലാം ഒരു അടുക്കും ചിട്ടയും സ്ട്രിക്റ്റ് ആയിട്ടാണ് കാര്യങ്ങൾ ആ വീട്ടിൽ പോകുന്നത്. അങ്ങനെ ഒരു വീട്ടിലാണ് നമ്മുടെ ബുവയുടെ വീടാണെന്ന് പറയുന്നത്. ബുവ എന്ന് പറയുന്നത് നമ്മുടെ മന്നു ഭണ്ഡാരിയുടെ അച്ഛൻ്റെ അനിയത്തിയുടെ ആ ഒരു കല്യാണം കഴിഞ്ഞു പോയതും അദ്ദേഹത്തിൻ്റെ അവരുടെ വീട്ടിലാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത് എന്നാണ് ഇവിടെ നമുക്ക് മനസ്സിലാകുന്നത്. ഉൻകി ശക്തി और नियमों के बोझ थले उनकी छोटी बेटी अन्नू का बचपन खो जाता है. ഇത്രയും ഡിസിപ്ലിനേഡ് ആയിട്ടൊക്കെ നിൽക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ചെറുപ്പത്തിൽ ഈ മന്നു ഭണ്ഡാരി അവരുടെ വീട്ടിൽ പോയപ്പോൾ സമയത്ത് പഠിക്കാൻ അവരുടെ വീട്ടിൽ പോയ സമയത്ത് എന്താണ് അവരുടെ മകൾ അന്നൂക്ക് എന്താണ് അത്രയും വിഷമ രൂപത്തിൽ നിൽക്കുന്ന അന്നുവിനെ അവർ കാണുകയാണ്. സോ അങ്ങനെയുള്ളൊരു അവസ്ഥയിലാണ് അന്നുവായിട്ട് അവർ കണ്ടുമുട്ടുകയാണ്. സോ അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇവർക്ക് മനസ്സിലാകുന്നത് ആ കുട്ടി ഇത്രയും മെച്ചൂർഡാണ്. 5ാം വയസ്സിലാണ് അത്രയും മെച്ചൂർഡായിട്ട് പെരുമാറുന്നതും. കാരണം കുട്ടികളെ പോലെ കളിച്ചിരിക്കുന്ന പ്രായത്തിൽ അവരെന്താണ് എന്തോ ഒരു ഭയം അവളെ പിരിമുറുക്കപ്പെടുന്നതും അങ്ങനെ ഒരു മനസ്സിലാക്കുക. വെറും 5 വയസ്സുള്ള അന്നു ആണ് ആ ഒരു കുട്ടി എന്ന് മനസ്സിലാക്കുന്നു. സോ അവിടെ എന്താണ് വഹ് സഹമി और गंभीर रहती है कथावाचक, അതായത് ബത്തീജി പഠായി के लिए उनके घर आती है എന്നാണ് പറയുന്നത്. അതായത് കഥാവാചകമായിട്ടുള്ള നമ്മുടെ ആരാണ് ലേഖിക അവരുടെ വീട്ടിലേക്ക് പഠിക്കാൻ വേണ്ടി പോവുകയാണ്. पर उसे भी माहौल क्या है बोझिल लगता है. ആ ഒരു വീട് എന്നൊക്കെ പറയുന്നതാണ് അവരെ സംബന്ധിച്ച് വളരെ ബോജ് എന്നൊരു ഭാരം പോലെയാണ്. ആർക്ക്? ലേഖികയുടെ സന്തോഷവും ആ വീട്ടിൽ പോയപ്പോൾ പോയി എന്ന് പറയുന്നു. അന്നു ബീമാർ പഠിച്ചാത്തി. അപ്പം മകളായിട്ടുള്ള അന്നു 5 വയസ്സുള്ള മകൾക്ക് എന്താണ് ബീമാർ അസുഖം വരുന്നു. കാരണം അമ്മയായിട്ടുള്ള ഇവർ ഇത്തിരി സ്ട്രിക്റ്റ് ആയിട്ട് നിർത്തുമ്പോൾ മകൾക്ക് അസുഖം വന്നു എന്നൊരു കാര്യം ഇവിടെ പറയുന്നു. ആ ഡോക്ടറോ की सलाह पर उसे ठीक होने के लिए पहाड़ भेजा जाता है. അപ്പോൾ ഡോക്ടറൊക്കെ പറയുന്നതാണ് ഇവളെ കുന്നുകളിലേക്ക് മലകളിലേക്ക് അയച്ചാൽ അവൾ റെഡി ആവും എന്ന് പറഞ്ഞുകൊണ്ട് അവൾ അയക്കുവാണ്. വഹബി എന്താണ് അപ്പോൾ ഡോക്ടർ പറയാണ് ഡോക്ടർ ഇത്രയും അവളുടെ പനി മാറുന്നില്ല. അന്നുമായിട്ടുള്ള 5 വയസ്സുള്ള കുട്ടിയുടെ പനി മാറുന്നില്ല. ആ ജ്വരക്കാജോ കീടാണ് വേന എന്ന് പറയുന്നത് എന്താണ് ഈ ഒരു ബുവയുടെ അനുശാസനം ഡിസിപ്ലിൻ ഒക്കെ കാരണം അവൾക്ക് ആ പനി മാറുന്നില്ല. അതുകൊണ്ട് ഡോക്ടർ പറയുവാണ് അമ്മയിൽ നിന്ന് കുട്ടിയെ മാറ്റി നിർത്തണം. അതുകൊണ്ട് നിങ്ങൾ മലകളിലേക്ക് അച്ഛൻ്റെ കൂടെ കുന്നുകളിലേക്കൊക്കെ പോയി മലകളിലൊക്കെ മൗണ്ടനറിങ് ഒക്കെ ചെയ്തിട്ട് ആസ്വദിച്ചിട്ട് അവളെ സന്തോഷിപ്പിക്കൂ എന്നാണ് പറയുന്നത്. എന്നാൽ മാത്രമേ ഇത് കുറയത്തുള്ളൂ. വഹബി മാ കെ ബിന, അമ്മയെ കൂട്ടാതെ എന്നൊരു പോയിന്റ് ഡോക്ടർ പറയുന്നുണ്ട്. ബുവാജി അപ്പനെ ചീസോ കെ സുരക്ഷ ലേക്കർ ബഹുത്ത് ചിന്തിത് രഹത്തി ഹൈ എന്നാണ് പറയുന്നത്. ബുവാജി എന്നാണ് തൻ്റെ സാധനങ്ങളൊക്കെ ഈ ഇവർ ട്രിപ്പിലേക്ക് പോകുന്ന സമയത്ത് ബുവാജിക്ക് വളരെ ടെൻഷൻ ഉണ്ട്. ഓരോ സാധനങ്ങൾ കൊടുക്കുന്നു. അപ്പോൾ അന്നുവിനെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അവൾ പോകുമ്പോൾ എന്തൊക്കെ കഴിക്കണം, എന്തൊക്കെ വസ്ത്രങ്ങളൊക്കെ പാക്ക് ചെയ്യുന്നൊക്കെ തിരിച്ചു കൊണ്ടുവരുന്നൊക്കെയാണ് ബുവാജിയുടെ ടെൻഷൻ. അവർ പതിക്കോ സക്ത് ഹിദായത് ദേത്തി ഹൈ, ഒരു വളരെ ശക്തമായ ഒരു നിർദ്ദേശം ആർക്ക് ഹസ്ബൻഡ് കൊടുക്കുന്നുണ്ട്, ഒന്നും കളയരുത്. കുച്ച് ദിൻ പതിക പത്ര നാ ആനെ പർ ബുവാജി ബൂരി തര ഗബ്ര ജാത്തി ഹെ. ആദ്യമൊക്കെ പത്രം വരുമായിരുന്നു. പിന്നീട് എന്താണ് പതിയുടെ പത്രം സ്വന്തം ഹസ്ബൻഡിൻ്റെ പത്രങ്ങൾ വരുന്നില്ല. അപ്പോഴെന്താണ് അവർ വളരെ ടെൻഷനായിട്ട് മാറി. അവർക്ക് വളരെ ടെൻഷൻ വരാൻ തുടങ്ങി. അവർ അന്നൂക്കെ ബാരമേ ബൂരെ സപ്പനെ ദക്തി ഹെ. അപ്പോൾ ഈ ബുവാജി എന്നാണ് ലെറ്റർ ഒന്നും വരാത്തതുകൊണ്ട് തന്നെ ബുവാക്ക് ടെൻഷൻ ആവാൻ തുടങ്ങി. അന്നുവിനെ കുറിച്ച് ടെൻഷനായി. അന്നു ഹസ്ബൻഡിനെ കുറിച്ചൊക്കെ വളരെ പേടിപ്പെടുന്ന സ്വപ്നം കാണുന്നു. കാരണം ഹസ്ബൻഡ് മാത്രമേ സ്വപ്നത്തിൽ വരുന്നു, അന്നുവിനെ സ്വപ്നത്തിൽ കാണുന്നില്ല. കാരണം അന്നുവിന് എന്തോ സംഭവിച്ചോ എന്നൊക്കെ പേടിച്ചിട്ട് ബുവാജി പത്രം വരാത്തതുകൊണ്ട് ടെൻഷൻ അടിച്ച് നിൽക്കുവാണ്. ജബ് പത്ര ആത്താ ഹെ, അന്നേരം പത്രം വരുന്നു. तो उसे पढ़कर वह फूट कर रोने लगती है. അപ്പോൾ ആ പത്രം തുറന്നപ്പോൾ തന്നെ അന്നുവിൻ്റെ ഇത് കണ്ടപ്പോൾ പെട്ടെന്ന് അവർ പേടിച്ച് കരയാൻ തുടങ്ങി എന്ന രീതിയിലാണ് പറയുന്നത്.
കഥാവാചകോ ലഗ്താ ഹൈ അന്നു നഹി രഹി. അപ്പൊ കഥാവാചകന് തോന്നി അന്നു മരിച്ചു പോയോ എന്നൊരു സമയത്തിലേക്ക് തന്നെ കഥാവാചകമായിട്ടുള്ള മന്നു ഭണ്ഡാരിക്ക് തോന്നി അവരുടെ ആ ഒരു കരച്ചിൽ കണ്ടപ്പോൾ. പർ പത്ര പഠനെ പർ പതാ ചൽത്താ ഹൈ. അപ്പൊ മന്നു ഭണ്ഡാരി എന്താണ് പത്രം വായിച്ചപ്പോഴാണ് മനസ്സിലായത് പതി ഉൻകെ കീമത്തി പ്യാലെ ടൂട്ട് ഗയേ തേ ഔർ അന്നു ബിൽക്കുൽ ഠീക് തീ. അവനെ അപ്പൊ ഉൻകെ ജോ പതി എന്താണ് ഇവരുടെ നമ്മുടെ ബുവയുടെ എന്താണ് ഇത്തിരി വിലപിടിപ്പുള്ള ആ ഒരു 2 ഗ്ലാസ് 50 രൂപയോട് വരുന്ന ആ 2 ഗ്ലാസ് വീണ് പൊട്ടിയതിന്റെ പേടിയിലാണ്. കാരണം വീട്ടിൽ വന്നാൽ ഹസ്ബൻഡ് വൈഫ് അടിക്കും എന്നുള്ള പേടിയിലാണ്. അപ്പൊ ആ പത്രം അങ്ങനെ എഴുതി. ആ പത്രം നിങ്ങൾ വായിച്ചാൽ തന്നെ തിരിയും അല്ലെ. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ആ പത്രം ഹസ്ബൻഡ് എഴുതുമ്പോൾ അങ്ങനെ വായിച്ചു വരുമ്പോൾ നമ്മളടക്കം വായനക്കാരടക്കം ടെൻഷൻ അടിക്കും. കാരണം അന്നുവിന് എന്തോ സംഭവിച്ചെന്ന രീതിയിലാണ് അദ്ദേഹത്തിന് പത്രം ഉണ്ടാവും. മറിച്ച് ഭാര്യയിൽ നിന്ന് അടി കിട്ടുമോ എന്ന് പേടിച്ചിട്ടുള്ള പത്രമാണ്. കാരണം അത്രയും നീ അത് കേട്ടിട്ട് പേടിക്കരുത്, നീ ധൈര്യം സംഭരിക്കുന്നൊക്കെ എഴുതിയപ്പോൾ എന്താണ് നമ്മുടെ പതി അദ്ദേഹം എന്താണ് മുന്നോട്ട് വെക്കുന്നത് ആ ഒരു ക്ഷമാപണം ആദ്യം പറയായിരുന്നു, ഒരു മുൻകൂർ ജാമ്യം പറയായിരുന്നു. അത് കേട്ടപ്പോൾ വായനക്കാർ പോലും ഒരു നിമിഷം പേടിച്ചു പോയിട്ടുണ്ടായിരുന്നു. സോ അത് രസകരമായിട്ടൊരു അവസാനിപ്പിക്കുന്ന രീതിയിൽ അത് പോയി. സോ ക്യാ ഹേ യഹി ജാൻകർ ബുവാജി റോത്തെ ഹേ ഹാസ് ബഡ്തി ഹേ. ഇത് കേട്ടപ്പോൾ നമ്മുടെ ബുവ എന്ന് പറയുന്ന ആരാണ് നമ്മുടെ ബുവാജി അല്ലെ, നമ്മുടെ ബുവ എന്ന് നമ്മുടെ സയാനി ബുവ ആന്റി എന്നാണ്. ഇത് കണ്ടപ്പോൾ എന്ത് ചെയ്തു, അത് കണ്ടപ്പോൾ ആ കരച്ചിലൂടെ സന്തോഷമായി, ഒരു സ്വർഗം കിട്ടിയൊരു ഫീൽ അവർക്ക് കിട്ടി. യഹി ഘടന ദർശാത്തി ഹേ കി ഉൻകി കഠോരത और चीजों की प्रति मोह के पीछे बेटी के लिए गहरा प्यार छिपाता. അപ്പോൾ അവർ നമ്മൾ എപ്പോഴും ഈ മെറ്റീരിയലൊക്കെ സാധനങ്ങളോട് അവർ എപ്പോഴും ആഗ്രഹിച്ചതും അതിനൊക്കെ എപ്പോഴും സുരക്ഷിക്കണമെന്നൊക്കെ വിചാരിച്ചു നിന്ന ആള് അന്നേരം യങ് ആയിട്ടുള്ള ഒരു 5 രൂപയുടെ ഒരു ഗ്ലാസ് ഒക്കെ പൊട്ടിയപ്പോൾ ഒരു യങ് സെർവൻറ്റിനൊക്കെ അടിച്ച് ചോക്കറേനൊക്കെ അടിച്ചൊരു കാര്യമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. വളരെ കാരണം ഒന്ന് വീഴൊന്നും പൊട്ടുന്ന ഇവർക്ക് ഇഷ്ടമല്ല. എന്നിട്ട് പോലും മകളുടെ ഒരു കേസ് വന്നപ്പോൾ അവരെന്താണ് കാരണം പോയിക്കോട്ടെ മകൾ സേഫ് അല്ലേ എന്ന രീതിയിലേക്ക് അവർ ചിരിക്കുകയും അതിനെ നല്ല രീതിയിലേക്ക് മാറ്റുകയും ചെയ്തു. സോ ഈ ഒരു രീതിയിലാണ് മന്നു ഭണ്ഡാരി കഹാനി ചെയ്തത്. ഛാത്രാനുകൂലിതായിട്ട് ഒരു അഡാപ്റ്റഡ് വേർഷനാണ്. നിങ്ങൾക്കൊക്കെ രീതിയിൽ അതിന് മാറ്റം വരുത്തി നിങ്ങൾക്ക് അത് മനസ്സിലാകുന്ന രീതിയിലേക്ക് അതിനെ മാറ്റിയ ഒരു കഹാനിയാണിത്. സോ ഈ ഒരു കഹാനിയുടെ ഒരു ഗുണപാടെന്ന് പറയുന്നത് നിങ്ങൾക്കായാൽ പോലും നിങ്ങളുടെ പാരൻസ് ആയാൽ പോലും നിങ്ങളെ നല്ല രീതിയിൽ എത്തിക്കാനായിട്ടാണ്. ഓരോ ശകാരിക്കുന്നതും നിങ്ങളെ ശിക്ഷിക്കുന്നതും അടിക്കുന്നതും ഒക്കെ എന്തിനാണ് നിങ്ങളെ നല്ല രീതിയിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. സോ അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അവർ നിങ്ങൾക്ക് തോന്നാം നിങ്ങളോട് സ്നേഹമില്ല എന്നൊക്കെ നിങ്ങൾക്ക് തോന്നാം, എന്നാലും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, നിങ്ങളുടെ വിജയം ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളുടെ പാരൻസോ. അവരെ നിങ്ങൾ എപ്പോഴും സപ്പോർട്ട് ചെയ്യണം, ഒരിക്കലും അവരെ നിങ്ങൾ കൈവിടരുത്. तो बच्चों अच्छे से पढ़ो, मिलते हैं अगली वीडियो में. तब तक के लिए धन्यवाद. बोलने से पहले इसकी मलयालम वर्ഷൻ ഇതിന്റെ മലയാളം വേർഷൻ आपके मेरे पास है. മലയാളം വേർഷൻ അതുപോലെ തന്നെ ഈ 2 നോട്ടും നിങ്ങൾക്ക് വേണമെങ്കിൽ मेरा जो जिमन सर जो पोर्ट में जो इंस्टाग्राम पे आओ आपको इनबॉक्स में നിങ്ങളുടെ ഇൻബോക്സിൽ ജസ്റ്റ് आपको टाइप करना है ബുവ എന്ന് ടൈപ്പ് ചെയ്താൽ മാത്രം മതി. ബുവ എന്ന് ടൈപ്പ് ചെയ്താൽ മാത്രം മതി. നിങ്ങൾക്ക് ഇതിന്റെ 2 ഹിന്ദി അതുപോലെ തന്നെ മലയാളം വേർഷൻ നിങ്ങളുടെ ഇൻബോക്സിൽ കിട്ടുന്നതായിരിക്കും. तो बच्चों अच्छे से पढ़ो, मिलते हैं अगली वीडियो में. तब तक के लिए धन्यवाद. थैंक यू.